നമ്മൾ ഈ രോഗത്തിന്റെ ആശങ്കയൊന്നും അധികം പറഞ്ഞ് രോഗത്തിന് സ്പ്രെഡ് ചെയ്തത് എത്രത്തോളം എത്തി, കോണ്ടാക്ട് ലിസ്റ്റ് എങ്ങനെയുണ്ട്, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, എന്താണ് അതിന്റെ ഒരു റൂട്ട് മാപ്പ് എന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്, പൊതുവെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കണ്ടു പരിചയമുള്ള ഈ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഒരു വീഴ്ചയുണ്ടല്ലോ, അതിൽ തുടക്കത്തിലുള്ള മന്ത്രിയുടെയൊക്കെ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ, അത് ചിലപ്പോൾ ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഒരു പക്ഷേ പരിചയക്കുറവായിരിക്കാം. പരിചയക്കുറവ് ആണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെങ്കിൽ പരിചയമുള്ള ആരോഗ്യ പ്രവർത്തകരുമായും പരിചയമുള്ളവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. സിസ്റ്റം നമ്മളിപ്പോൾ സിസ്റ്റത്തെ അപ്പാടെ ആക്ഷേപിക്കാൻ തയ്യാറല്ല. ഒരു ആരോഗ്യവകുപ്പിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ആക്ഷേപിക്കാൻ തയ്യാറല്ല. ആ പ്രവർത്തനം നടക്കട്ടെ. എന്നാൽ നമുക്കൊക്കെ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അതിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാം പറഞ്ഞ് ഒരു ജനങ്ങളെ ആകെ പാനിക്കാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഇതിനെ പ്രതിരോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് കേൾക്കുന്ന മന്ത്രിമാർക്കും ബന്ധപ്പെട്ടവർക്കും വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ടൊന്നും നിപ്പയെ ഉപയോഗിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കലാമിറ്റിയും ഒരു അപകടത്തെയും അങ്ങനെ ഉപയോഗിക്കാനേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംസാരം മാത്രം നടത്തി ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൺസേൺ ആയിട്ടുള്ള സ്ഥലത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവിടെ ആരും സംസാരിക്കുന്നില്ല. പിന്നെ അതെന്താണ് ഒരു വിഷയമാക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അല്ല, അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അവിടെ അതെന്താന്ന് അറിയില്ല. പൊതുവേ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു നിപ്പ ബാധിച്ച പ്രദേശത്തെ MLA അവിടുത്തെ ബന്ധപ്പെട്ട ഭരണാധികാരികളൊക്കെ കൂട്ടിയോജിപ്പിച്ചാണല്ലോ അവരോടുകൂടി അഭിപ്രായങ്ങൾ എടുത്താണ് ഈ കൺട്രോൾ റൂമായാലും പ്രവർത്തനങ്ങളൊക്കെ ആയാലും നമ്മൾ നടത്താറ്. അത് നടത്താത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. അതാണ് പ്രശ്നം. അതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മന്ത്രിക്കും കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. മന്ത്രിക്ക് ഒരു വ്യക്തതയില്ലല്ലോ. നിപ്പ സ്ഥിരീകരിച്ചോ ഇല്ലേ എന്ന് പോലും അറിയാത്തൊരു മന്ത്രി. അദ്ദേഹത്തോട് നിങ്ങൾ തന്നെ ചോദിച്ചു. ഈ മന്ത്രിയെ കുറിച്ച് നമുക്കറിയാം. നേരത്തെ നിപ്പ വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു നിലപാട് എന്നുള്ളത് ഓർമ്മയില്ലേ? എറണംകെട്ടവന്മാർ നാട് ഭരിച്ചാൽ നിപ്പയല്ല ഇതിൻ്റെ അപ്പുറം വരുമെന്ന് പറഞ്ഞ ആളിപ്പോൾ മന്ത്രിയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. എണ്ണം കെട്ടവനാണ് നാട് ഭരിക്കുന്നത് എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ആര് ഭരിച്ചാലും നല്ല രീതിയിൽ ഭരിക്കണം. നാടിനെ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോകരുത്. ഈ ഒരു അപകടത്തെ നമുക്ക് ഒരുമിച്ച് നേരിടാൻ സാധിക്കണം. അതിൽ രാഷ്ട്രീയം കലർത്തി പ്രത്യേക താല്പര്യങ്ങൾ കലർത്തി ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടാക്കരുത്. അതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്.